ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ കാസർഗോട്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് നോക്കുകുത്തിയായിട്ട് 4 വർഷം. ഗ്രൗണ്ടിൽ സ്ഥാപിച്ച വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വേണമെന്ന് ഗതാഗത മന്ത്രി പറയുമ്പോഴും ഗ്രൗണ്ട് പ്രയോജനപ്പെടുത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഈ താഴിട്ട് പൂട്ടിരിക്കുന്നത് കാസർഗോഡ് ബേളയിൽ 4 കോടി രൂപ ചെലവഴിച്ച് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ആധുനിക സൗകര്യങ്ങളോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുമെന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ ഭൂമിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി നടത്തില്ല എന്നും പറയുന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇത് കാണണം. ഇതിനൊരു പ്രശ്നപരിഹാരം തേടണം. $4 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഗ്രൗണ്ട് 2021 ജനുവരിയിൽ കൈമാറിയെങ്കിലും ആരുടെ കൈവശമാണെന്ന് പോലും ഗതാഗത വകുപ്പിന് നിശ്ചയമില്ല. കിറ്റ്കോയുടെ കൺസൾട്ടൻസിയിൽ ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയും കൈമാറുകയും ചെയ്തത്. ഗതാഗത മന്ത്രി നിലവിൽ നിർദ്ദേശിച്ച ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാണ്. ടെസ്റ്റ് ഗ്രൗണ്ടിൽ 50-ലധികം ക്യാമറകളും അത്യാധുനിക ഉപകരണങ്ങളും സ്ഥാപിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റിന് നിലവിൽ ആശ്രയിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരെ സഹായിക്കലാണെന്ന ആരോപണവും നിലവിലുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും സർവീസ് പ്രൊവൈഡറെ നിശ്ചയിക്കുന്നതിലെ കാലതാമസമാണ് പദ്ധതി വൈകിപ്പിക്കുന്നത്. സമാന ഗ്രൗണ്ട് തളിപ്പറമ്പിലുമുണ്ട്. ഇത് നിലവിൽ ഓട്ടോമേറ്റഡ് സംവിധാനമില്ലാതെ ഉപയോഗിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണവും നടന്നിരുന്നു. ഈ ക്യാമറ കണ്ണുകൾ തുറന്നു പിടിക്കേണ്ടത് ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ കൂടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർക്കാരിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ നിലവിലുള്ള പദ്ധതികൾ തുറന്നുകൊടുത്താൽ അത് ജനത്തിന് ഉപകാരപ്പെടും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് പന്നിപ്പാടിപ്പോകം, റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.